1202 ചിങ്ങമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. 17/8/2026 മുതൽ 16/9/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. ഉദ്യോഗസ്ഥർക്ക് ട്രാൻസ്ഫർ, അതായത് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഉണ്ടാകുമെന്നുള്ള ആ ഒരു ഭയം മാറിക്കിട്ടുന്നു. അത് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഒഴിവാക്കപ്പെടുന്നു. ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അപകടത്തിൽപ്പെട്ടവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എല്ലാം മാറിക്കിട്ടുന്നു. സർക്കാരിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടെങ്കിൽ അതെല്ലാം തൽക്കാലത്തേക്ക് ഒഴിവാക്കപ്പെടുന്നു. ഏതെങ്കിലും രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ചികിത്സ ലഭിക്കുന്നതിനാൽ അതിന് ശമനം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിധി വരെ മാറ്റമുണ്ടാകുന്നു. കാര്യസാധ്യങ്ങളൊക്കെ എളുപ്പമാകുന്നു. കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്നു. മനസമാധാനമില്ലാത്ത ഒരു അവസ്ഥ മാറിക്കിട്ടുന്നു. മനസ്സിന് സുഖവും സമാധാനവും ഉന്മേഷവും ലഭിക്കുന്ന ഒരു സമയമാണ്. വീട് പണി വേഗം പൂർത്തീകരിച്ച് പാല് കാച്ചാൻ സാധിക്കുന്നു. ചിലർക്ക് ചില അവാർഡുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതായത് ചില ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി ലഭിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. ഒരു സംരംഭം തുടങ്ങാൻ കഴിയുമെങ്കിൽ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിന് കാലം അനുകൂലമാണ്. നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് ഏറെ ഗുണം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും ലഭിക്കുന്നതിന് ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അപമാനമുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ ആലോചിച്ച് വേണം കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം എടുക്കുന്നതിലേക്ക് വേണ്ടി. ആലോചന ശൂന്യത ഉണ്ടാകരുത്. സന്താനങ്ങൾക്ക് ചില പ്രയാസങ്ങൾ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന് തടസ്സമോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി ഈ രോഹിണി നക്ഷത്രക്കാരുടെ ഫലങ്ങള് പ്രായത്തിനനുസരിച്ചിട്ടാണ് വേർതിരിച്ച് പറയുന്നത്. 7 വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ചില ആരോഗ്യ പ്രശ്നം ചിലർക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എങ്കിലും വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിനും തുടരുന്നതിനൊക്കെ അവർക്ക് ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ ചില രോഹിണി നക്ഷത്രക്കാർ ഭക്ഷ്യവിഷബാധ ഏൽക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ഫുഡ് പോയ്സൺ ഏൽക്കാൻ ഒരു സാധ്യതയുണ്ട്. കുടുംബത്തിൽ പുതിയ ഒരു വാഹനം ലഭിക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ചിലർക്ക് ചെറിയ രീതിയിൽ ഒരു സർജറി വേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ ആസ്മ, ശ്വാസം മുട്ടൽ, അലർജി, കഫത്തിന്റെ ഉപദ്രവം എന്നിവ വരാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അഗ്നിയിൽ നിന്ന് ഉപദ്രവം വരാൻ സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കേണ്ടതാണ്. ചില രോഹിണി നക്ഷത്രക്കാർക്ക് അച്ഛനമ്മമാർ സഹിതം വിദേശത്തേക്കോ അല്ലെങ്കിൽ വിദൂര ദേശത്തേക്കോ പോയി, വിദൂര സംസ്ഥാനത്തേക്കോ പോയി താമസിക്കേണ്ടതായിട്ട് വരാം. 14 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ബന്ധുക്കൾക്കും തനിക്കും ചില ആപത്തുകൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതായത് ഈ കുട്ടിക്കും ബന്ധുക്കൾക്കൊക്കെ ചില ആപത്തുകൾ വരാം. ദൂരയാത്ര ചെയ്യേണ്ടതായിട്ടും ഒരു സാഹചര്യം ഉണ്ടാകാം. ചിലർക്ക് ത്വക്ക് രോഗങ്ങൾ വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. നേർവഴിക്ക് ചിന്തിക്കാതെ ബുദ്ധിമോശം കാണുന്നതിനും ഒരു സാധ്യത കാണുന്നതിനാൽ ഒരു കാര്യവും എടുത്തു ചാടി ചെയ്യരുത്. വളരെയധികം ആലോചിച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ബുദ്ധിശൂന്യത ആകും. വിദ്യാഭ്യാസം തുടർന്ന് പോകുന്നതിനുള്ള തടസ്സങ്ങളൊന്നും കാണുന്നില്ല. അത് തുടർന്ന് പോകുന്നു. ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. ചിലർക്ക് നല്ല തൊഴിൽ ലഭിക്കുന്നതിനും ഉയർന്ന തൊഴിൽ ലഭിക്കുന്നതിനും ഉള്ള സാധ്യതയുണ്ട്. ചിലർക്ക് വിവാഹം കഴിക്കുന്നതിനും അതുപോലെ തന്നെ സന്താന ഭാഗ്യത്തിനും യോഗം കാണുന്നു. ശത്രുശല്യം ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. അതിനാൽ തൊഴിലിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളൊരു സംരംഭകനാണെങ്കിലും തൊഴിൽ ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ശത്രുശല്യം ഉണ്ടാകാം. 32 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ഇത്രയും കാലം അനുഭവിച്ച ദുരിതങ്ങൾക്ക് ഒരു പരിഹാരം അവർക്ക് ഉണ്ടായി ധാരാളം ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെട്ട് തന്നെ വരാം. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിലിൽ ഉയർച്ചയും പുരോഗതിയും ലഭിക്കുന്ന ഒരു കാലമാണ്. വീടും വാഹനങ്ങളൊക്കെ വാങ്ങുന്നതിന് സാധിക്കുന്നു. ചിലർ വിദേശത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. തൊഴിൽ തേടിയൊക്കെ പോകുന്നുണ്ട്. ചിലർ വ്യാപാരം സംബന്ധിച്ച് വിദേശത്തേക്ക് പോകുന്നതായി കാണാം.
ശത്രുക്കളെ കൊണ്ട് ശല്യം വരാൻ സാധ്യത കാണുന്നതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. 48 വയസ്സ് മുതൽ 67 വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് വാദം പോലുള്ള ചില രോഗങ്ങൾ വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. സ്വഭവനത്തിൽ നിന്നും വേറൊരു സ്ഥലത്ത് മാറി താമസിക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. ചിലർക്ക് ചില അംഗീകാരങ്ങൾ ലഭിച്ചേക്കാം. മറ്റു ചിലർക്ക് നേതൃത്വ സ്ഥാനത്തേക്ക് വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ഈ സമയം അധ്വാനം കൂടുതലായിരിക്കാം. അധ്വാന ഭാരം കൂടും. ധാരാളം സമ്പത്ത് വരാൻ സാധ്യത കാണുന്ന ഒരു സമയമാണ്. പ്രമേഹം ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. 67 വയസ്സ് മുതൽ 84 വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് പഴയകാല സുഹൃത്തുക്കളെ കണ്ടുകിട്ടാനും അവരുമായി ബന്ധം പുതുക്കുന്നതിനും സാധിക്കുന്നു. ഗവേഷണ രംഗത്തുള്ള രോഹിണി നക്ഷത്രക്കാർക്കാണെങ്കിൽ പല കണ്ടുപിടുത്തങ്ങൾക്കും അവർക്ക് അംഗീകാരം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ധനലാഭം പല രീതിയിലും പ്രതീക്ഷിക്കാം. നിക്ഷേപ സമൃദ്ധി മൂലം അവർക്ക് ധാരാളം സമ്പത്ത് വന്നു ചേരാം. അതായത് മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള നല്ല നിക്ഷേപങ്ങളിൽ നിന്ന് ധാരാളം ആദായം ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. ഈശ്വരാനുഗ്രഹമുള്ള ഒരു കാലഘട്ടമാണ്. ആത്മീയതയിലേക്ക് ചിലർ തിരിയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. കഫം, പിത്തം എന്നിവയുടെ ഒരു ഏറ്റക്കുറച്ചിലുകൾ മൂലം ശരീരത്തിന് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. എങ്കിലും തക്ക ചികിത്സ അവർക്ക് ലഭിക്കുന്നതിനുള്ളൊരു ഭാഗ്യമുണ്ട്. ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. ഇനി ബുധനും ഗുരുവും കൂടി യോഗം വരുന്നതിനാൽ, കർക്കിടക രാശിയിൽ യോഗം വരുന്നതിനാൽ ബുദ്ധിശക്തി, സാമ്പത്തിക പുരോഗതി, മികച്ച ഒരു സംസാരശേഷി എന്നിവ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. വ്യക്തികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം, അറിവ്, വിവരങ്ങൾ ഓർമ്മിച്ചു വയ്ക്കാനുള്ള ഒരു കഴിവും ലഭിക്കാം ഈ യോഗം മൂലം. നല്ലൊരു പ്രഭാഷകനാകാൻ സാധിക്കുന്നു. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു കഴിവ് ഈ യോഗം മൂലം ലഭിക്കുന്നു. ചിലർക്ക് ധനനേട്ടം ധാരാളമായി ഉണ്ടാകുന്നു. കരിയറിലും ബിസിനസ്സിലും വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക സ്ഥിരത കൈവരാനായിട്ട് ഒരു സാധ്യത കാണുന്നുണ്ട്. കലകളിലും സംഗീതം, നൃത്തം, സാഹിത്യം, അഭിനയം എന്നിവയുള്ള കലകളിലെല്ലാം തന്നെയും അവർക്ക് വളരെയധികം താല്പര്യം ഉള്ളതായിട്ട്, കുട്ടികൾക്ക് താല്പര്യം ഉള്ളതായിട്ട് കാണുന്നു. അവരെ പ്രോത്സാഹിപ്പിക്കുക. അതുകൂടാതെ തന്നെ ഈ നിലവിലുള്ള കലാകാരന്മാർക്ക് വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. എല്ലാവരോടും വളരെയധികം സ്നേഹപൂർവ്വവും അനുകമ്പാപൂർവ്വവും ഒക്കെ പെരുമാറാനായിട്ട് സാധിക്കുന്നു. സ്വഭാവത്തിൽ ഒരു ധർമ്മിഷ്ഠത കൈവരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നു. ഇനി സൂര്യനും കേതുവും കൂടി ചിങ്ങരാശിയിൽ ഒരു യോഗം വരുന്നുണ്ട്. ഇതിനെ ഗ്രഹണ യോഗം എന്നാണ് പറയുന്നത്. ആത്മവിശ്വാസ കുറവ് ഇവിടെ ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട്. ഇച്ഛാശക്തിയെയും അതുപോലെ സാരമായി ഈ യോഗം ബാധിക്കാം. അതാണ് ഈ ഗ്രഹണ യോഗത്തിന്റെ പ്രത്യേകത. വയറു സംബന്ധമായോ അല്ലെങ്കിൽ തലയിലെ വേദന അല്ലെങ്കിൽ ഊർജക്കുറവ്, ഉന്മേഷക്കുറവൊക്കെ ഉണ്ടാകാനുള്ള, ആരോഗ്യക്കുറവൊക്കെ ഉണ്ടാകാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അതായത് കരിയറിലും ബിസിനസ്സിലും, അതായത് തൊഴിലിൽ ചില തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കാതെ ഒരു ആശയക്കുഴപ്പം വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. ബിസിനസ് വികസിപ്പിക്കണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യണോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനം എടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരുന്നു. അതുപോലെ തന്നെ അനാവശ്യമായ വാഗ്വാദങ്ങളും ഒക്കെ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ കോപം ഒന്ന് അടക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഉള്ളത് ചന്ദ്ര ശുക്ര യോഗമാണ്. അതായത് ശുക്ര ചന്ദ്ര യുതി എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ഒരു വ്യക്തിയുടെ മനസ്സിനെയും സാർക്കാത്മികതയെയും അതുപോലെ തന്നെ ജീവിതത്തെയും പ്രത്യേകം സ്വാധീനിക്കാൻ കഴിയുള്ള ഒരു യോഗമാണ് ഈ ശുക്ര ചന്ദ്ര യോഗം, അതായത് ചന്ദ്ര ശുക്ര യോഗം എന്ന് പറയുന്നത്. ജീവിതത്തെ രീതിയെയും ഇത് വളരെയധികം സ്വാധീനിക്കുന്നു. കന്നി രാശി ബുധന്റെ വീടാണ്. ശുക്രൻ ഇവിടെ നീചസ്ഥാനമാണുള്ളത്. സംഗീതം, നൃത്തം, ചിത്രകല, ഡിസൈനിങ് തുടങ്ങിയ സർഗാത്മക മേഖലകളിൽ പ്രത്യേകം താല്പര്യം ഉണ്ടാകുന്നതിനും അത് ഉള്ളവർക്ക് ധാരാളം തൊഴിലവസരം ലഭിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ലഭിക്കുന്നു. സഹജീവികളോട് ഒരു പ്രത്യേക അനുകമ്പയും സ്നേഹവും മൂലമുള്ള ഒരു പെരുമാറ്റം ഉണ്ടാകുന്നതായിട്ടും ഈ യോഗത്തിന് സാധിക്കുന്നു. കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്തു തീർക്കാൻ സാധിക്കുന്നു. കോൺട്രാക്ടർമാർ അങ്ങനെയൊക്കെയുള്ള ഒരു ടൈം ബോണ്ടായിട്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെല്ലാം അതിന് മുമ്പേ തന്നെ വളരെ കൃത്യമായി അവർക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്നു. പ്രോജക്ട് വർക്കുകളായിരുന്നാലും അതെല്ലാം അങ്ങനെ തന്നെയാണ്.
സ്നേഹം, പ്രണയം എന്നിവയോട് ആത്മാർത്ഥത കാണിക്കും എങ്കിൽ തന്നെയും കന്നിരാശിയിലെ ശുക്രന്റെ ബലക്ഷയം മൂലം ബന്ധങ്ങളിൽ ചില തെറ്റിദ്ധാരണകൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഒരു സംശയം അല്ലെങ്കിൽ മാനസിക സംഘർഷം ഉണ്ടാകാം എന്നുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന ചിങ്ങമാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽസമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.